ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ. ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 3യുടെ പുതിയ ടെക്സ്റ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക കേട്ടോ. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റും ടീച്ചർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷാ സമയത്ത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കട്ടായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞാൽ കേൾക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പാഠഭാഗത്തിലേക്ക് കടക്കാം. യൂണിറ്റ് 1 ടെൻഡർ ടച്ചാണ് കേട്ടോ. ആദ്യത്തെ യൂണിറ്റ് നമ്മുടെ ഒരു മദർ തെരേസ അല്ലേ, ചെറിയൊരു കോട്ടൊക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രശസ്തരായ പല വ്യക്തികൾ എഴുതുന്ന ചില വാചകങ്ങൾ നമുക്ക് വലിയ വലിയ ക്ലാസ്സുകളിലും പല സമയത്തും നിങ്ങൾ വലുതായി കഴിയുമ്പോൾ PSCക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു ചെറിയ കോട്ട് വച്ചിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ടെൻഡർ ടച്ച് എന്ന് പറയുന്നത് ആർദ്രമായ സ്പർശം എന്നാണ് പറയുന്നത് കേട്ടോ. ആർദ്രമായ സ്പർശം, നമ്മൾ ഒരാൾ വേദനിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അവർ ആർദ്രമായിട്ട് ടച്ച് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു സമാധാനം കിട്ടും. ചില കാര്യങ്ങൾ നമ്മൾ പോട്ടെ സാരമില്ല എന്ന് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും അല്ലേ. നമ്മുടെ മദർ തെരേസയുടെ ഒരു ചെറിയ കോട്ട് കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ടീച്ചർ കോട്ട് വായിക്കാം. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട് ടു ലവ്. എന്ത് ചെയ്തു, നിങ്ങളുടെ കൈകൾ സെർവ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാനും നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാനും വേണ്ടി ഉപയോഗിക്കുക അല്ലേ. താഴെ മദർ തെരേസ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിചരിക്കുക അല്ലേ. നമ്മൾ ഒരാൾക്ക് പരിചരണം നൽകണം അല്ലേ, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റായിട്ട് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ അല്ലേ, അടുത്ത പേജ് നമ്പർ 8 പറയുന്നത് എന്താ, 2 പിക്ചർ കൊടുത്തിരിക്കുകയാണ് അല്ലേ. അതിനകത്ത് ഒന്നാമത്തെ പിക്ചർ എന്താ, ഒരു പെൺകുട്ടി കുറേ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന, ആ പ്രാവുകൾ സ്നേഹം കൊണ്ട് അവൾ കൊടുത്തിരിക്കുന്ന തീറ്റ കൊടുക്കുന്ന പാത്രത്തിനകത്തൊക്കെ വന്നിരിക്കുകയാണല്ലേ. നമ്മളും കാക്കയ്ക്കും പൂച്ചക്കൊക്കെ ഇങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിട്ടതുങ്ങൾ പോവില്ല, കറക്റ്റ് ആ സമയമാകുമ്പോൾ വരും. താഴെ കൊടുത്തിരിക്കുന്ന പടം ഏതാ, ഒരു ആൺകുട്ടിയുടെ മേത്തേക്ക് വേറൊരു ആൺകുട്ടി ചെളി തെറിപ്പിക്കുകയാണല്ലേ. നല്ലതാണോ കാര്യം? അല്ല, ഒരു നല്ല കാര്യവും കൊടുത്തിട്ടുണ്ട്. ഒരു ബാഡ് ബിഹേവിയറും ഒരു ഗുഡ് ബിഹേവിയറുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കമ്പയർ ദ എബോവ് പിക്ചേഴ്സ്. വാട്ട് ആർ യുവർ കമൻറ്റ്സ്? എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ കമൻറ്റ്സ്? ഫസ്റ്റ് പിക്ചറിൽ എന്താ പറയുന്നത്, ഒരു ഗുഡ് ബിഹേവിയർ ആണല്ലേ. മര്യാദ, ഒരു മാനറാണ്, മര്യാദ കേട്ടോ. ഒരു മാനറാണ് ആ കുട്ടി കാണിക്കുന്നത്, നല്ലൊരു മര്യാദയാണ്, ഗുഡ് മാനറാണ്. എന്നാൽ സെക്കൻഡ് പിക്ചറിലോ ബാഡ് മാനറാണല്ലേ. മര്യാദയുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ആ 2 പിക്ചർ തമ്മിലുള്ള ഒരു കമൻറ്റ്. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഈ പേജിൽ എന്താ കാണുന്നത്, ഒരു അമ്മേനെയും കുട്ടീനെയും കാണാം അല്ലേ. ഇവിടെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മാനു എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അവൻ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, നമുക്കിപ്പോൾ വായിക്കാം. സണ്ണി മോർണിംഗ്. സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സണ്ണി ചേട്ടൻ്റെ മോർണിംഗ് ആണോ? അല്ല, സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്ന ഉദിച്ച് നമ്മൾ നട്ടുച്ചത്തെ വെയിലും രാവിലത്തെ വെയിലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. രാവിലത്തെ വെയിലിന് ചെറിയ ചൂട് കുറവായിരിക്കും. അങ്ങനത്തെ ഒരു മോർണിംഗ്, പ്രഭാതം കേട്ടോ. The morning sun peeped through the window. സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ഉദിച്ച് പൊങ്ങുകയാണല്ലേ. പീപ്പിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്തി നോക്കുക. സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി അല്ലേ. സൂര്യൻ ജനൽ വഴി എത്തി നോക്കി. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. എന്ത് ചെയ്തു, നമ്മളൊക്കെ രാവിലെ എനിക്കെന്ന് നേരത്തെ വിളിക്കൂലേ, എനിക്ക് സ്കൂളിൽ പോവാറായി എന്ന് പറയൂലേ. അതുപോലെ ഇവിടെ അമ്മ കുട്ടീനെ വിളിക്കുകയാണ്, സാഷ സാഷ എന്ന് വിളിക്കുകയാണ്. മദർ സോഫ്റ്റായിട്ടുള്ള വോയിസിലാണ് കോൾ ചെയ്യുന്നത്, വിളിക്കുന്നത്. ഫോൺ കോൾ ചെയ്യല്ല കേട്ടോ, വിളിക്കുക എന്ന് പറഞ്ഞാലും കോൾഡാണ് കേട്ടോ. ഷി വാസ് ഹാഫ് എ സ്ലീപ്പ്. അവൾ പകുതി ഉറക്കത്തിലായിരുന്നു. അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അമ്മേ, കുറച്ച് നേരം കൂടെ ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ. നമ്മൾ പറയില്ലേ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ന് പറയില്ലേ ഉറങ്ങാൻ നേരത്ത്, കിടന്ന് എണീക്കുമ്പോൾ വെളുപ്പിന്. അതുപോലെ നമ്മുടെ സാഷ കുട്ടിയും പറയാണ് കേട്ടോ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെയർ. അമ്മ പറഞ്ഞു, ഇല്ല മോളെ, അല്ലെങ്കിൽ തന്നെ താമസിച്ചു അല്ലേ, വേഗം എനിക്ക്. അമ്മ വന്നു, വന്നു,
പാറ്റഡ്, PATTED, പാറ്റഡ് എന്ന് പറഞ്ഞാൽ തലയിൽ തലോടുക കേട്ടോ. തലോടുക എന്നാണ് പാറ്റഡ് അർത്ഥം വരുന്നത്. ഓക്കെ. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. അവൾ എന്ത് ചെയ്തു? പതുക്കെ കണ്ണൊക്കെ തിരുമ്മി. റബ്ബിങ്, കണ്ണ് തിരുമ്മുന്നതിനായിട്ട് പറയണേ. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ എണീറ്റ് വരുമ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂലേ. വാട്ട്സ് ദാറ്റ് സ്മെൽ? എന്താണ് ആ മണം? ലവ്ലി. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊള്ളാം കൊള്ളാം അടിപൊളി മണമെന്ന് പറയില്ലേ, നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു? ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. ശ്വാസം വലിച്ചെടുത്തു അല്ലേ, നന്നായിട്ട് അങ്ങോട്ട് വലിച്ചെടുത്തു. ഓക്കെ, ടീച്ചർ ഇപ്പോൾ വലിച്ചു നോക്കി കേട്ടോ. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അവൾ എന്ത് ചെയ്തു? കിച്ചണിനകത്തേക്ക് ഓടിപ്പോയി അല്ലേ. മദർ എന്ത് ചെയ്തു? അവളെ ഫോളോ ചെയ്തു. അവളുടെ പുറകെ അമ്മ പോവുകയും ചെയ്തു. അവിടെ അമ്മ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലേ. എന്ത് ഡയലോഗാണ് പറയണത്? പാറ്റ് ചെയ്തിട്ട് തലോടിയിട്ട് നോ ഡിയർ, ഗെറ്റിംഗ് ലേറ്റ് എന്നല്ലേ. സാഷ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ അമ്മാനും എഴുതിയിട്ടുണ്ട് കേട്ടോ. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അവിടെ നോ ഡിയർ മാറ്റിയിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് എന്നാണ് ആക്കിയേക്കുന്നത്, സാഷയുടെ പേര് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. താഴത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനായിരിക്കും സാഷ തിരക്കിട്ട് കിച്ചണിലേക്ക് ഓടിയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കണ്ടിട്ടുണ്ടാവുക? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അടുത്ത പേജിൽ നോക്കണം. അപ്പോൾ അടുത്ത പേജ് മറിക്കാം നമുക്ക്. ഓക്കെ, ഈ പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. ഇത് നമുക്ക് വായിച്ചു നോക്കാം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ വളരെ തിരക്കിട്ട പണിയിലാണ് അടുക്കളയിൽ അല്ലേ. കിച്ചൺ, അടുക്കള, ബിസി, തിരക്ക്. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹി സെഡ്. അച്ഛൻ എന്ത് പറഞ്ഞു? സാഷയുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് അല്ലെ, പലഹാരം റെഡിയാണ് അല്ലേ, തയ്യാറായിട്ട് കഴിഞ്ഞു. അമ്മ ഷൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അമ്മോട് പെർമിഷൻ ചോദിക്കുകയാണല്ലേ. അമ്മ, ഞാൻ കുറച്ച് സ്കൂളിൽ ഇത് കൊണ്ടുപോയിക്കോട്ടെ? നമ്മളും ചോദിക്കും, നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ തരാമോ, കൊണ്ടുതരാമോ, പൊതിഞ്ഞ് തരാമോ എന്നൊക്കെ ചോദിക്കൂലേ. അങ്ങനെ നമ്മുടെ സാഷ അമ്മേനോട് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി മദർ സെഡ്. അമ്മ പറഞ്ഞു, വേഗം പോയി റെഡി ആയിക്കോ, നീ കൊണ്ടുപോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഷുവർ, ഉറപ്പായും. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. എന്താ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ മൂളിപ്പാട്ടൊക്കെ പാടൂല്ലേ, അങ്ങനെ പറഞ്ഞ് മൂളിപ്പാട്ട് വിടാറില്ലേ. നമ്മുടെ സാഷ കുട്ടിയും അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് കുളിക്കാൻ വേണ്ടി വാഷ്റൂമിൽ പോയി കേട്ടോ. കുളിമുറിക്കാണ് വാഷ്റൂം എന്ന് പറഞ്ഞു കേട്ടോ. സാഷ ആർൻറ്റ് യു റെഡി യെറ്റ്? ആരാണ്ട് വിളിച്ചു ചോദിച്ചു. നമുക്ക് നോക്കാതെ ആരാന്ന്. ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. നമ്മുടെ സാഷയുടെ കൂട്ടുകാരനായിരുന്നു നവീൻ എന്ന പേര് കേട്ടോ. നവീൻ വിളിച്ച് ചോദിക്കുകയാണ്, നീ റെഡി ആയോ? ഈ സമയം എത്രയായിട്ട് റെഡി ആയിട്ടില്ലേ എന്ന് വിളിച്ച് ചോദിക്കുക. നമ്മളോട് ചോദിക്കുമല്ലോ നമ്മുടെ കൂട്ടുകാർ, അടുത്തൊക്കെയാണ് വീടെങ്കിൽ, റെഡി ആയോ? ഞാൻ റെഡിയായി നേരത്തെ വന്നു, നീ റെഡി ആയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സാഷ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് ജസ്റ്റ് 5 minutes. സാഷ ഹറിഡ്. അവൻ എവിടെയായിരുന്നു? ഗേറ്റിൻ്റെ സൈഡിലായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ, സാഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു. ജസ്റ്റ് 5 minutes, ഒരു 5 minute ഞാൻ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് വരാം എന്ന് തിരക്കിട്ട് ഹരിയ പെട്ടെന്ന് അവൾ ചെയ്തുകൊണ്ട് പറഞ്ഞു, കുളിച്ചിട്ട് പറഞ്ഞല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പേജിനകത്ത് 2 ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു? അതെന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ഒന്നുകൂടി നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? ഇതിൻ്റെ ആൻസർ ടീച്ചർ കൊടുക്കാം. അവൾ എന്തിനാണ് കിച്ചണിലേക്ക് തിരക്കിട്ട് ഓടിയത്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. സാഷ റാൻ ടു ദ കിച്ചൺ ടു നോ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഇറ്റ് സ്മെൽഡ്. അല്ലേ, എന്തിൻ്റെ സ്മെല്ലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാഷ ഓടി. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിക്കേ. സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഫേവറേറ്റ് ഫുഡ് ഫോർ ഹെയർ. സാഷയുടെ ഫാദർ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അടുക്കളയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആയിരുന്നു കേട്ടോ അത്. തിരിച്ച് നമുക്ക് ആ പേജിലേക്ക് തന്നെ പോകാം. ഇവിടെ നമ്മുടെ സാഷക്കുട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലേ, എന്തായിരിക്കും അത്? അമ്മോട് പെർമിഷൻ ചോദിക്കുകയാണല്ലേ. അമ്മ ഷൾ ഐ ടേക്ക് സം ഓഫ്
ഇറ്റ് ടു സ്കൂൾ. ഞാൻ കുറച്ച് സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ. അതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത് കേട്ടോ. ഇനി താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് സാഷ ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സാഷയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റുമോ അല്ലേ? ചിന്തിച്ച് നോക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ ടീച്ചർ ആൻസറായിട്ട് കൊടുക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ അറിയാം അച്ഛൻ എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് പലതും ഗസ് ചെയ്യാമല്ലേ. ചിലപ്പോൾ കട്ട്ലേറ്റ് ആകാം, ചിലപ്പോൾ ഉണ്ണിയപ്പം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം കേട്ടോ. കുഞ്ഞുങ്ങളെ, നമ്മളുടെ ഈ ഒന്നാമത്തെ യൂണിറ്റ് വലിയൊരു യൂണിറ്റാണ്. അതുകൊണ്ട് കുറച്ചാണ് ടീച്ചർ ഇടുന്നത് വീഡിയോ. ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗത്താണ് ബാക്കിയുള്ള സാഷയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.